നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വശം സംഭാഷണമാണ്, കോൺവെർസേഷൻ. അപ്പോൾ ഈ കോൺവെർസേഷനിൽ നമ്മുടെ വായിലൂടെ വരുന്ന ഭാഷ മാത്രമല്ല, ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനേക്കാളുപരി നമ്മുടെ ചിന്തകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേഴ്സൺ? ആരാണ് ഉത്തമ പുരുഷൻ? ഞാൻ. നമുക്കിത് അത്ഭുതമായിട്ട് തോന്നാം. സംസ്കൃതത്തിൽ ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആണ്, അഹം. അഹം ആത്മാ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു. പുരുഷോത്തമൻ എന്നുള്ളൊരു പദമുണ്ട്. അപ്പോൾ ഉത്തമ പുരുഷനിൽ നിന്നും പുരുഷോത്തമനിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ഹാർട്ട്ഫുൾനെസ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഞാൻ എന്നുള്ള പദം എത്രയോ പ്രാവശ്യം ഉപയോഗിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും കോർത്തിണക്കുന്ന സൂത്രമാണ് ഞാൻ. ഒരു മാലയിൽ മണികൾ കോർക്കുന്ന പോലെ കോർക്കുന്നു ഞാൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ, എൻ്റെ രണ്ട് ഭാവങ്ങളാണ് പരാപ്രകൃതിയും അപരാപ്രകൃതിയും. എൻ്റെ രണ്ട് ഭാവമാണ് സത്യവും അസത്യവും. എൻ്റെ ഭാവമാണ് ആഗ്രഹങ്ങളും ആഗ്രഹമില്ലാത്ത അവസ്ഥയും. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും അറിയുന്നവരാണ് യഥാർത്ഥ ജ്ഞാനി. ഭഗവാന്റെ അവസാനത്തെ അഡ്വൈസ് മാമേകം ശരണം വ്രജ, എന്നിൽ മാത്രം ശരണം പ്രാപിക്കും. ജീസസ് ക്രൈസ്റ്റും ഇതന്നെ പറഞ്ഞു, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ വേ. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് പറയുന്നത് ദൈവവിരുദ്ധമാണെന്ന് ആൾക്കാർ ചിന്തിച്ചിട്ട് ക്രൂസിഫൈ ചെയ്തു. അപ്പം ഞാൻ എന്നുള്ള ഈ ഭാവത്തെ നമുക്കൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഈ പറയുന്ന പരാപ്രകൃതിയായാലും അപരാപ്രകൃതിയായാലും സ്പിരിച്വാലിറ്റിയായാലും മെറ്റീരിയലിസം ആയാലും നല്ലതായാലും ചീത്തയായാലും ആരാണത് തീരുമാനിക്കുന്നത്? ഞാനാണ്. ഞാൻ ഉണർന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലോകമുള്ളത്. ഞാൻ ഉണർന്നതിന് ശേഷം അവിടെ ആധ്യാത്മികത ഈശ്വരൻ വന്നു. അപ്പോൾ ഞാൻ ഈശ്വരനിലേക്ക് ഉണരുമ്പോൾ അവിടെ മനുഷ്യനായി മാറും. അവിടെ മനുഷ്യത്വം മുമുക്ഷത്വം. ഇതുവരെ ഞാൻ നേച്ചറിലേക്ക് ഉണർന്നിരിക്കുന്നു. മെറ്റീരിയൽ ലൈഫിൽ മിനറൽ ലൈഫിൽ നിന്ന്
പതുക്കെ അനിമൽ ലൈഫിലെത്തുമ്പോൾ പ്രകൃതിയിലേക്ക് ഉണർന്നു, അവിടെ പരിവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു, ജീവിതത്തെ സുഖമാക്കാൻ തുടങ്ങുന്നു. പക്ഷേ എൻ്റെ ഉയർന്ന ഭാവത്തിലേക്ക് തിരിയുന്നത് മനുഷ്യനാകുമ്പോഴാണ്. അതാണ് പരാപ്രകൃതി. അതാരാണ് ഉണരുന്നത്? ഞാൻ തന്നെയാണ്. എങ്ങനെയാണ് ഈ പരാപ്രകൃതിയിൽ, അതായത് എൻ്റെ ഉള്ളിലെ സ്പിരിച്വലായിട്ടുള്ള പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്നത്? എൻ്റെ ഈ ലോകത്തിലുള്ള ഇൻട്രാക്ഷനിലൂടെ. അപ്പോൾ ഈ ലോകത്തുമായിട്ട് ഇൻട്രാക്ഷൻ, മെറ്റീരിയൽ നേച്ചറുമായിട്ട് ഇൻട്രാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ പരാപ്രകൃതി, അതായത് ദൈവികമായിട്ടുള്ള ഭാവമാണോ അതോ ഈ ഭൗതികമായിട്ടുള്ള കാര്യമാണോ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണ്? ഞാനാണ്. ഞാൻ ഇങ്ങനെ ട്രാൻസെൻഡ് ചെയ്യണം. ഭൗതികതയും ആധ്യാത്മികതയും ട്രാൻസെൻഡ് ചെയ്യുന്നു, സാത്വികവും താമസികവും ട്രാൻസെൻഡ് ചെയ്ത് രാജസിക ഭാവത്തിലൂടെ സെൻട്രലിലൂടെ മോഡറേഷനിലൂടെ കടന്ന് എന്നിട്ട് ഒടുക്കം ദൈവവും ക്രിയേഷനും എന്നുള്ളതിൻ്റെ സെൻറ്റർ കൂടെ പോകുന്നു. അപ്പോൾ എവിടെയാണ് കണക്ഷൻ വേണ്ടത്? എൻ്റെ തന്നെ സുപ്രീമായിട്ടുള്ള ഭാവത്തിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ടിലേക്ക് അല്ല കണക്ട് ചെയ്യുന്നത്, ഡിഫൈൻഡ് ആയിട്ടുള്ള സുപ്രീം ആയിട്ടുള്ള എൻ്റെ ഭാവത്തിലേക്കാണ് കണ്ടത്. അതാണ് ഭഗവാൻ മാമേകം ശരണം പ്രജ എന്ന് പറയുന്നത്. എൻ്റെ സുപ്രീമായിട്ടുള്ള ഭാവത്തിൽ എത്തിയിട്ട് എനിക്ക് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ഒരേപോലെ കാണാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഐഡൻറ്റിറ്റി മാറും. രണ്ടിലും ഒരേ തുല്യമായിട്ടുള്ള പ്രാധാന്യം, ഈ അവിടെ നിന്ന് വരുന്നത് ഇവിടേക്ക് കൺവേ ചെയ്യാനുള്ള ഒരു ഓസ്മോട്ടിക് മെംബ്രെയിൻ പോലെയായി മാറുമ്പോൾ എൻ്റെ ഹയസ്റ്റ് ലെവലിലെത്തുന്നു. ആ ഹയസ്റ്റ് ലെവൽ ഒന്നേ ഉള്ളൂ. എല്ലാവരുടെയും ഉള്ളിലുള്ള ഞാൻ എന്നുള്ള ഭാവത്തിന് ഹയസ്റ്റ് ലെവൽ ഒന്നേ ഉള്ളൂ. അതാണ് സ്പെഷ്യൽ പേഴ്സണാലിറ്റി. സഹജമാർഗത്തിൽ ബാബുജി മഹാരാജ് ആണ് സ്പെഷ്യൽ പേഴ്സണാലിറ്റി. സ്പെഷ്യൽ പേഴ്സണാലിറ്റിയുടെ പ്രതിരൂപമാണ് ലിവിങ് മാസ്റ്റർ. അതുകൊണ്ടാണ് ഗുരുനാഥൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സുപ്രീമായിട്ടുള്ള ഭാവമാണ് ഗുരുനാഥൻ മാസ്റ്റർ. അപ്പോൾ ആരാണ് വലുത്? ഈശ്വരനാണോ വലുത്? ഗുരുനാഥനാണോ വലുത്? സംശയമില്ലാത്ത കാര്യമാണ്, ഗുരുനാഥനാണ്. കാരണം ഈശ്വരനെ അറിയുന്നത് ഗുരുനാഥനാണ്. പ്രപഞ്ചത്തെ പ്രപഞ്ചം പോലെ ശരിക്കും മനസ്സിലാക്കുന്നതും ഗുരുനാഥനാണ്. ചാരിജി മഹാരാജ് പറഞ്ഞത് മാസ്റ്റർ ഇസ് മോർ ഹ്യൂമൻ ദാൻ ഹ്യൂമൻ ആൻഡ് ഹ്യൂമെയിൻ ദാൻ ഹ്യൂമൻ ആൻഡ് ഡിവൈൻ ദാൻ ഗോഡ് എന്നാണ് പറഞ്ഞത്. ഈശ്വരനേക്കാളും ഡിവൈനാണ്. കാരണം ഈശ്വരന് വേറെ ഈശ്വരനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് അബ്സല്യൂട്ട് ഐഡന്റിറ്റിയിൽ നിൽക്കുന്ന ഈ ഞാൻ എന്നുള്ള ഭാവം, അതാണ് ഗുരുനാഥൻ. എൻ്റെ ഉള്ളിലുള്ള പുരുഷോത്തമൻ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു, ഈശ്വരനെ മനസ്സിലാക്കുന്നു, പ്രപഞ്ചത്തെ ഈശ്വരീയത ആക്കി മാറ്റുന്നു, ഈശ്വരനാക്കി മാറ്റും, എല്ലാവരെയും മാസ്റ്റേഴ്സാക്കി മാറ്റുന്നു. പ്രളയത്തിലേക്ക് പോകാനും ക്രിയേഷനിലേക്ക് പോകാനും സാധിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു ഐഡന്റിറ്റിക്ക് മാത്രം. ഈശ്വരന് ഈശ്വരനായിട്ട് അബ്സല്യൂട്ട് നേച്ചർ നിൽക്കാനും സാധിക്കുന്നു. ക്രിയേഷൻ സംഭവിക്കുന്നു, പക്ഷേ ക്രിയേഷനിൽ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കില്ല. അവിടെയാണ് ഐഡന്റിറ്റിയുടെ പ്രാധാന്യം. അപ്പോൾ ഒരിക്കലും എന്നെ മോശമായി കാണുന്നത്, ഞാൻ പറയാൻ മടിക്കരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് പറയാണ്, എൻ്റെ അനുഭവം ഇതാണ്, അതിൽ ഞാൻ നിൽക്കുന്നു. ഇപ്പോൾ സയൻസിലുണ്ട്, ഞങ്ങളുടെ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ലാബിൽ, ബയോളജി ലാബിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂസിൽ പിടിച്ചു നിൽക്കൂ, ടീച്ചേഴ്സ് പറയും. മറ്റുള്ളവർ പലതും പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് വാട്ട് ഇസ് യുവർ ഫൈൻഡിങ്? പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ പാസ്റ്റ് ഹിസ്റ്ററി പലതും പറയുന്നു, പല ഡോക്ടേഴ്സ് പല ഡയഗ്നോസിസ് ചെയ്തു. പക്ഷേ എനിക്കെന്ത് തോന്നുന്നു, എൻ്റെ എക്സ്പീരിയൻഷ്യൽ നോളജ് എന്ത് പറയും? അതാണ് സത്യം. എന്നെ സംബന്ധിച്ചോളം അതാണ് സത്യം. അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്ക് ഉയരാൻ സാധിക്കൂ. ഞാൻ ബോറോഡ് നോളജിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല. ഞാൻ എപ്പോൾ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഡിപ്പെൻഡൻസി വർദ്ധിച്ചു വരുന്ന കാലമാണിപ്പോൾ. നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മളുടെ ഉള്ളിലുള്ള അനുഭവത്തിലാണ്. അതിന് ഉള്ളിലേക്കുള്ള ഈശ്വരനിലേക്ക് കണക്ഷൻ വേണം. ഈ വിശാലമായിട്ടുള്ള സ്പെക്ട്രത്തിനെ ഹാർട്ട് എന്നുണ്ട്, സ്പിരിച്വൽ ഹാർട്ട്. അതിലെവിടെ ഞാൻ നിൽക്കുന്നു ആ തലത്തിൽ നിന്ന് ഞാൻ ലോകത്തെ കാണുന്നു, ആ ലോകത്ത് നിന്ന് ഞാൻ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഉയരുന്നത് ഞാനാണ്. വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ വീണ്ടും 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 ഈ പദം ഉപയോഗിക്കുമ്പോഴും പലപ്പോഴും മനസ്സിലാവുന്നില്ല. ഈശ്വരൻ ആണ് പ്രധാനം, ലോകം പ്രധാനമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ലോകമാണ് പ്രധാനം, ഈശ്വരനല്ല പ്രധാനം എന്ന് ചിന്തിക്കുന്ന ആളുണ്ട്. ഈ ചിന്തിക്കുന്ന ആളാണ് പ്രധാനം എന്നുള്ളത് ആരും ചിന്തിച്ചില്ല. ചിന്തിക്കുന്ന ആൾ ഞാനാണ്. ഈ ലോകത്തെ എങ്ങനെ കാണുന്നു, എത്രത്തോളം ട്രൂത്ത്ഫുള്ളായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം എൻ്റെ ഉള്ളിൽ നിന്നും പ്യൂരിറ്റി എനിക്ക് റേഡിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതാണ് ശരിക്കും എൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഹയസ്റ്റ് ലെവൽ.
ഇപ്പം ഇവിടെ എപ്പോഴും ദ്വന്ദ്ങ്ങളുണ്ടാവും. രാക്ഷസന്മാരുണ്ടാവും, ദേവന്മാരുണ്ടാവും, നന്മയുണ്ടാവും, തിന്മയുണ്ടാവും. ഇത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടി തിന്മ കണ്ടാലേ നന്മ എന്താണെന്ന് മനസ്സിലാവുള്ളൂ, രാത്രി കണ്ടാലേ പകൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാക്കുന്ന ആളാണ് ഇമ്പോർട്ടൻ്റ്, ഞാനാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം ആധ്യാത്മിക സാധനയിൽ ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്വാധ്യായം, ഞാൻ എവിടെ എത്തി, അവസാനം ഞാൻ എൻ്റെ ഗുരുനാഥനെ പോലെ, ലിവിങ് മാസ്റ്റർ പോലെ ആയി മാറണം. കാരണം എനിക്കൊരു പാസ്റ്റിലുള്ള നോളജ്, പാസ്റ്റിലുള്ളൊരു ടീച്ചറിൻ്റെ ടീച്ചിങ് കൊണ്ട് തീർച്ചയായും കാര്യങ്ങൾ ഗ്രഹിക്കാം. പക്ഷേ അത് എൻ്റെ പാസ്റ്റാണ്, എൻ്റെ ക്രിയേഷനാണത്. പ്രസൻറ്റിൽ മാത്രമേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് വരാനും സാധിക്കും. അതുകൊണ്ടാണ് ഒരു ലിവിങ് മാസ്റ്ററേക്ക് കണക്ഷൻ വേണം എന്ന് പറയുന്നത്. അപ്പോൾ കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മറ്റുള്ളവരെങ്ങനെ പെരുമാറി എന്നുള്ളത് നമുക്കൊരു മാതൃകയാവാം, പക്ഷേ എൻ്റെ ലേണിംഗ് എൻ്റെ പെരുമാറ്റമാണ്, എൻ്റെ ഇൻട്രാക്ഷനാണ്, എൻ്റെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞ് ബി ദ ചേഞ്ച് യു വാണ്ട് ടു ബ്രിങ് ഇൻ ദിസ് വേൾഡ്. നിങ്ങൾ ആ മാറ്റമായി മാറൂ എന്നുള്ളത് പറഞ്ഞത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.